ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജൂൺ മാസം 20-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ജൂൺ മാസം 21-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്നൊരു സർപ്രൈസ് റിലീസ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ റിലീസ്, അതായത് ജൂൺ മാസം 20-ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു സീരീസ് ആണ്. ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ സീരീസിന്റെ 7-ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസിന്റെ 7-ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സിംഗപ്പെണ്ണ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രഗ് സ്റ്റോർ ജൂൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ് കൊട്ട ഫാക്ടറി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 3-ാമത്തെ സീസൺ ആണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. മൊത്തം 5 എപ്പിസോഡുകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഗം ഗം ഗണേശ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ റൊമാൻറ്റിക് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തെലുങ്ക് മൂവിയാണ്. രാധാ മാധവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്ത സിനിമയാണ്. 2019 റിലീസ് ചെയ്ത ഒരു കന്നഡ മൂവിയായിരുന്നു ദണ്ഡുപാളയം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ തമിഴ് ഡബ്ഡ് ആയിട്ട് പിന്നെ ജൂൺ മാസം 7-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു 18+ മൂവിയാണ്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു OTT മൂവിയാണ്. അപ്പം ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തതെന്നാണ് ആയിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ വന്നിട്ടില്ല. ദണ്ഡുപാളയം 4 ആണ്, 4-ാമത്തെ പാർട്ടാണിത്. ദണ്ഡുപാളയം 1, 2, 3 ഈ 3 പാർട്ടുകളും ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നത്. അപ്പോൾ ഇത് ഏത് OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുന്നത് അറിയില്ല. ദണ്ഡുപാളയം മൊത്തം 4 പാർട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ദണ്ഡുപാളയത്തിനെ കുറിച്ചുള്ള പിന്നെ കൃത്യമായിട്ടുള്ള പിന്നെ അറിവുകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഈ 7 റിലീസുകളാണ് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജൂൺ മാസം 21-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. തമന്ന, റാഷി ഖന്ന, സുന്ദർ സി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ആരാൻമണി 4 എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു വമ്പൻ പരാജയം, ഈ വർഷത്തെ തമിഴിലെ ഏറ്റവും വലിയൊരു വിജയം വമ്പൻ പരാജയം എന്നായിപ്പോയി പറഞ്ഞത്. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ആരാൻമണി 4 എന്ന് പറഞ്ഞ സിനിമ. അപ്പം തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ പിന്നെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഒരു ഹിന്ദി സീരീസ് ആണ്. ബാഡ് കോപ്പ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മൂവിയാണ്. ലാസ്റ്റ് നൈറ്റ് ഓഫ് എമോർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇറ്റാലിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. രാസാവതി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ആമസോൺ പ്രൈം കൂടാതെ ആഹാ തമിഴിലും അതുപോലെ തന്നെ ബുക്ക് മൈ ഷോസിലായിട്ട് തമിഴ് ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ് രാത്രി 12 ശേഷം. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ട്രിഗർ വാർണിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ പിന്നെ ദളപതി വിജയ് മികച്ച വിജയമായി മാറിയ ഗില്ലി എന്ന് പറഞ്ഞ സിനിമയുടെ റീമാസ്റ്റേർഡ് വേർഷനാണ്. സിംപ്ലി സൗത്തിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് പിന്നെ ഒഫീഷ്യലി കൺഫേം ആയിട്ടില്ലാത്തൊരു സിനിമയാണ് നടികർ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ടൊവിനോ തോമസിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തിയേറ്ററിൽ ഒരു വമ്പൻ പരാജയമായിരുന്ന സിനിമയായിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയതെന്നും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ജൂൺ മാസം 21-ാം തീയതി റിലീസ് ചെയ്തേക്കാമെന്നുമുള്ള റൂമറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുണ്ട്. ഒഫീഷ്യൽ ഇതുവരെ വന്നിട്ടില്ല. ഒഫീഷ്യൽ പോസ്റ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പിന്നെ നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് ഒരു സർപ്രൈസ് റിലീസ് ഒന്നും നാം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നെറ്റ്ഫ്ലിക്സ് സാറിന് ഒരു സർപ്രൈസ് റിലീസ് ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ,
എന്ത് പ്രതീക്ഷയാണെങ്കിലും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഒരു വമ്പൻ സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളൊരു ശക്തമായ റൂമറുകൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലാവാം. ആമസോൺ പ്രൈമിൽ നമുക്കൊരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാം ഗുരുവായൂർ അമ്പലനടയിൽ. ഓക്കെ, അപ്പം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമ, ഒരു വമ്പൻ സിനിമ സർപ്രൈസ് റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ശക്തമായ റൂമറുകൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏത് റിലീസാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും